നമസ്കാരം. നമ്മുടെ പുതിയൊരു വിശകലനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിലെ തൊഴിൽ മേഖലയെ അടിമുടി മാറ്റാൻ പോകുന്ന തികച്ചും സമഗ്രമായ ഒരു പരിഹാര രൂപരേഖയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഇതൊരു വെറും നയപ്രഖ്യാപനമല്ല കേട്ടോ. നമ്മുടെ നാടിന്റെയും യുവതലമുറയുടെയും ഭാവി പ്രായോഗികമായി എങ്ങനെ മാറ്റിമറിക്കാമെന്നതിന്റെ വളരെ കൃത്യമായൊരു ചിത്രമാണിത്. അപ്പോൾ ആദ്യം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം. ഉയർന്ന വിദ്യാഭ്യാസം നേടിയിട്ടും എന്തുകൊണ്ടാണ് കഴിവുറ്റ നമ്മുടെ ചെറുപ്പക്കാർ ജോലിയില്ലാതെ വീട്ടിലിരിക്കുന്നത്? ഇതൊരു വലിയ പ്രശ്നമാണല്ലേ? പഠിച്ച കാര്യങ്ങളും ഇന്നത്തെ തൊഴിൽ വിപണിക്ക് ആവശ്യമായ കാര്യങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ലാത്തതാണോ യഥാർത്ഥ കാരണം? ഈയൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ടുവേണം നമ്മൾ കാര്യങ്ങൾ കാണാൻ. ഈ ഒരവസ്ഥ മാറ്റാൻ, ഒരു വിദ്യാർത്ഥിയെ ആഗോളതലത്തിൽ മത്സരിക്കാൻ പ്രാപ്തനായ ഒരു പ്രൊഫഷണലായി മാറ്റാൻ പ്രധാനമായും 5 കാര്യങ്ങളാണുള്ളത്. 1. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ പരിഷ്കരണം. 2. വേതനവും തൊഴിൽ സുരക്ഷയും. 3. സ്മാർട്ട് പ്രാദേശിക തൊഴിലവസരങ്ങൾ. 4. സംരംഭകത്വത്തിലൂടെ പുതിയ മാറ്റം. 5. യുവതയെ ലോകത്തിന് സജ്ജമാക്കൽ. ഇതിൽ ഒന്നാമത്തെ കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ പരിഷ്കരണം. നോക്കൂ, വെറുതെ സർട്ടിഫിക്കറ്റുകൾക്ക് പുറകെ മാത്രം പോകുന്ന ആ പഴയ പരിപാടി നമ്മൾ പൂർണ്ണമായും നിർത്തിയേ തീരും. നമ്മൾ എന്ത് പഠിക്കുന്നു എന്നതിനേക്കാൾ അത് ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ കഴിയും എന്നതാണ് ഇന്നത്തെ കാലത്ത് പ്രധാനം. ശരിക്കും ജോലി കിട്ടാൻ സഹായിക്കുന്ന പ്രാക്ടിക്കലായിട്ടുള്ള പുതിയൊരു വിദ്യാഭ്യാസ രീതിയിലേക്ക് മാറിയേ മതിയാകൂ. ഇത് വെറുതെ പറഞ്ഞാൽ പോരാ, പാഠ്യപദ്ധതിയിൽ തന്നെ വലിയ മാറ്റങ്ങൾ വരണം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡേറ്റ അനാലിറ്റിക്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, റോബോട്ടിക്സ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഇതൊക്കെ നമ്മുടെ ഡിഗ്രി സിലബസിന്റെ ഭാഗമായാൽ എങ്ങനെയിരിക്കും? ഒന്നാലോചിച്ചു നോക്കിക്കേ. എങ്കിൽ മാത്രമേ പഠിച്ചിറങ്ങുമ്പോൾ തന്നെ ഇന്നത്തെ കോർപ്പറേറ്റ് ലോകത്ത് അവർക്ക് പിടിച്ചു നിൽക്കാനാകൂ. ഇതിനൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്. എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി പൈസയൊന്നും വാങ്ങാതെ ജോലി ചെയ്യുന്ന ഒരു ഏർപ്പാടില്ലേ, ആ ചൂഷണം പൂർണ്ണമായും അവസാനിപ്പിക്കണം. വ്യവസായ സ്ഥാപനങ്ങളുമായി ചേർന്ന് മിനിമം സ്റ്റൈപ്പൻഡോട് കൂടിയുള്ള ഇന്റേൺഷിപ്പുള്ള നിർബന്ധമാക്കണം. കാരണം അധ്വാനത്തിന് കൂലി കിട്ടുക എന്നത് വെറുമൊരു ഔദാര്യമല്ല, അത് ഏതൊരു വിദ്യാർത്ഥിയുടെയും അവകാശമാണ്, അവരുടെ അന്തസ്സാണ്. ഇനി രണ്ടാമത്തെ ഘടകത്തിലേക്ക് വരാം. വേതനവും തൊഴിൽ സുരക്ഷയും. ശമ്പളത്തിന്റെ കാര്യത്തിൽ പ്രാദേശികമായി എവിടെയാണ് ഏറ്റവും കൂടുതൽ ചൂഷണം നടക്കുന്നത്? തുണിക്കടകൾ, സ്വകാര്യ ട്യൂഷൻ സെന്ററുകൾ, ചെറിയ ഓഫീസുകൾ, ഇവിടെയൊക്കെയാണ് പ്രശ്നങ്ങൾ കൂടുതൽ. ഇതിനൊരു സിസ്റ്റമാറ്റിക്കായി ശാശ്വത പരിഹാരം നമ്മൾ കണ്ടെത്തിയേ തീരൂ. അതിനുള്ള ഏറ്റവും മികച്ച വഴിയാണ് ഡിജിറ്റൽ വേതന പോർട്ടൽ. സ്വകാര്യ മേഖലയിലെ എല്ലാ ശമ്പള ഇടപാടുകളും ബാങ്ക് അക്കൗണ്ട് വഴി മാത്രമാക്കണം. തൊഴിൽ വകുപ്പിന് നേരിട്ട് നിരീക്ഷിക്കാൻ കഴിയുന്ന ഒരു ഓൺലൈൻ സംവിധാനം വരുമ്പോൾ കാര്യങ്ങൾ വളരെ സുതാര്യമാകും. അർഹതപ്പെട്ട ശമ്പളം ആർക്കും നിഷേധിക്കപ്പെടില്ല എന്ന് ഉറപ്പാക്കാം. പോരാത്തതിന് സൗജന്യമായി ജോലി ചെയ്യിക്കുന്നവർക്കെതിരെയും ശമ്പളം കൊടുക്കാത്തവർക്കെതിരെയും പരാതിപ്പെടാൻ ഒരു സംവിധാനം വേണം. സ്വന്തം പേര് വെളിപ്പെടുത്താതെ തന്നെ പരാതി നൽകാൻ ഒരു ടോൾ ഫ്രീ നമ്പറും അനോണിമസ് പോർട്ടലും വന്നാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ആർക്കും ജോലി പോകുമെന്ന പേടിയില്ലാതെ തന്നെ പ്രതികരിക്കാൻ കഴിയും, അല്ലേ? അത് നമ്മുടെ ചെറുപ്പക്കാർക്ക് നൽകുന്ന ധൈര്യം വളരെ വലുതായിരിക്കും. അടുത്തത് മൂന്നാമത്തെ ഘട്ടമാണ് സ്മാർട്ട് പ്രാദേശിക തൊഴിലവസരങ്ങൾ. ജോലി തേടി നമ്മൾ എന്തിനാണ് മെട്രോ നഗരങ്ങളിലേക്ക് വണ്ടി കയറുന്നത്? അതിനു പകരം നമ്മുടെ ഗ്രാമങ്ങളിൽ തന്നെ സർക്കാരിന്റെ നേതൃത്വത്തിൽ അതിവേഗ ഇന്റർനെറ്റുള്ള കോവർക്കിംഗ് സ്പേസുകൾ വന്നാലോ? സ്വന്തം നാട്ടിൽ സ്വന്തം വീട്ടിലിരുന്ന് തന്നെ ലോകത്തിലെ ഏറ്റവും മികച്ച കമ്പനികൾക്ക് വേണ്ടി വർക്ക് ചെയ്യാം. അതൊരു ഒന്നൊന്നര മാറ്റം തന്നെയായിരിക്കും. ഒപ്പം തന്നെ നമ്മുടെ നാട്ടിലെ പ്രാദേശിക സേവന മേഖലകളെയും പൂർണ്ണമായി ഡിജിറ്റലൈസ് ചെയ്യണം. ഹോം നഴ്സിംഗ്, ടൂറിസം ഗൈഡിംഗ്, ഇലക്ട്രോണിക്സ് റിപ്പയറിംഗ് എന്നിവയ്ക്കൊക്കെ പ്രത്യേക മൊബൈൽ ആപ്പുകൾ വന്നാൽ ഇടനിലക്കാരുടെ ചൂഷണം പൂർണ്ണമായും ഒഴിവാക്കാം. പ്രൊഫഷണലുകൾക്ക് നേരിട്ട് ഉപഭോക്താക്കളെ കണ്ടെത്താം. ഇത് യുവാക്കൾക്ക് വളരെ മികച്ചൊരു വരുമാനമാർഗമായി മാറും. ഇനി നാലാമത്തെ ഘട്ടം, സംരംഭകത്വത്തിലൂടെയുള്ള പുതിയ മാറ്റം. നമ്മുടെ ചിന്താഗതിയിൽ വരേണ്ട ഏറ്റവും വലിയ മാറ്റം ഇതാണ്. യുവാക്കൾ തൊഴിലന്വേഷകർ മാത്രമല്ല, തൊഴിൽ ദാതാക്കൾ കൂടിയാകണം. ബിസിനസ്സുകൾ തുടങ്ങി മറ്റുള്ളവർക്ക് കൂടി ജോലി നൽകാൻ കഴിയുന്ന രീതിയിലേക്ക് അവർ വളരണം. ഇതിനായി ഒരു ബിസിനസ് തുടങ്ങുന്നത് വളരെ എളുപ്പമാക്കണം. ചുവപ്പ് നാടകൾ ഒഴിവാക്കി കെ-സ്വിഫ്റ്റ് പോലെയുള്ള സംവിധാനങ്ങൾ വഴി ലൈസൻസുകൾ വേഗത്തിൽ കിട്ടണം. കൊള്ളപ്പലിശക്കാരുടെ കെണിയിൽ വീഴാതെ ഈടുരഹിത വായ്പകളും സബ്സിഡികളും എളുപ്പത്തിൽ ലഭ്യമാക്കണം. അപ്പോൾ നമ്മുടെ യുവാക്കൾക്ക് ധൈര്യമായിട്ട് സംരംഭങ്ങൾ തുടങ്ങാൻ സാധിക്കും.
ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മുടെ നാട്ടിലെ സാധാരണ നാളികേരവും കുരുമുളകും നാടൻ വിഭവങ്ങളുമൊക്കെ ആധുനിക പാക്കേജിംഗിലൂടെ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ബ്രാൻഡുകളായി മാറുന്നത്. യുവാക്കളുടെ കൂട്ടായ്മകളിലൂടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉപയോഗിച്ച് നമ്മുടെ പ്രാദേശിക ഉൽപ്പന്നങ്ങൾ നേരിട്ട് ആഗോള വിപണിയിലെത്തിക്കാൻ ഇത്തരം സംരംഭങ്ങളിലൂടെ തീർച്ചയായും സാധിക്കും. അവസാനമായി 5ാമത്തെ ഘട്ടം, യുവതയെ ലോകത്തിന് സജ്ജമാക്കാം. ഏതു ജോലിക്കും അതിന്റേതായ അന്തസ്സുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കഷ്ടപ്പാട് നിറഞ്ഞ പരമ്പരാഗത കൃഷിയുടെ സ്ഥാനത്ത് ഹൈഡ്രോപോണിക്സ് പോലെയുള്ള സ്മാർട്ട് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന ഒരു സ്മാർട്ട് കർഷകനെ സങ്കൽപ്പിച്ചു നോക്കൂ. ജോലി സ്മാർട്ടാകുമ്പോൾ അവിടെ മികച്ച വരുമാനവും ഒപ്പം മികച്ച സാമൂഹിക പദവിയും ഉറപ്പാണ്. ആഗോള വിപണിയിൽ തിളങ്ങണമെങ്കിൽ നമ്മുടെ ആശയവിനിമയശേഷി മികച്ചതായിരിക്കണം. മാതൃഭാഷയിൽ മാത്രം ഒതുങ്ങി നിന്നാൽ പോരാ. കോളേജ് കാലഘട്ടം മുതൽ തന്നെ ഇംഗ്ലീഷും ഹിന്ദിയും മറ്റു വിദേശ ഭാഷകളും നിർബന്ധമായും പഠിപ്പിച്ചിരിക്കണം. അതിരുകൾ ഭേദിച്ച് ലോകമെമ്പാടും അവസരങ്ങൾ കണ്ടെത്താൻ ഇതവരെ വലിയ രീതിയിൽ സഹായിക്കും. അപ്പോ കാര്യങ്ങളൊക്കെ വ്യക്തമല്ലേ? ശരിയായ നിയമങ്ങളിലൂടെ ചൂഷണം അവസാനിപ്പിക്കുക, പുതിയ സാങ്കേതികവിദ്യകൾ എല്ലാവർക്കും ലഭ്യമാക്കുക, ഗ്രാമങ്ങളിൽ ഡിജിറ്റൽ ഹബ്ബുകൾ തുടങ്ങുക, യുവാക്കളെ ലോകോത്തര സംരംഭകരാക്കുക, ഇതെല്ലാം കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്നത് വെറുമൊരു പോളിസിയല്ല, അതൊരു വലിയ ഡിജിറ്റൽ വ്യവസായ വിപ്ലവം തന്നെയാണ്. സാധ്യതകൾ ശരിക്കും അപാരമാണ്. നമ്മൾ കണ്ട ഈ രൂപരേഖ വളരെ വ്യക്തമാണ്. കേരളത്തെ ലോകത്തിന്റെ തന്നെ ഏറ്റവും വലിയ സ്കിൽ ഹബ്ബാക്കി മാറ്റാനുള്ള ഈ കുതിച്ചുചാട്ടത്തിന് നിങ്ങൾ തയ്യാറാണോ? ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് മുന്നിൽ വെച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഈ പഠനം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മളോടൊപ്പം ചേർന്നതിന് ഒരുപാട് നന്ദി. പുതിയൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം.